ഓക്കെ, അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? 3 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗറിനെ പറയുന്ന പേരാണ് ട്രയാങ്കിൾ. ഒരുപാട് രീതിയിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഒരെണ്ണം വരച്ചു. അപ്പോൾ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ് ട്രയാങ്കിൾ. ഓക്കെ, ഒരു ക്ലോസ്ഡ് ഫിഗറിന്റെ ഏറ്റവും മിനിമം അതിൽ 3 സൈഡ്സ് വേണം. ഓക്കെ, ഒരു ക്ലോസ്ഡ് ഫിഗറിന് മിനിമം 3 സൈഡ്സ് വേണം. അപ്പൊ നമ്മള് ചോദിക്കും, സർക്കിള് ഇന്ന സൈഡ് ഒന്നും ഇല്ലല്ലോ എന്ന്. ആക്ച്വലി സർക്കിൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള ഫിഗർ ആണ് ആക്ച്വലി സർക്കിൾ. പക്ഷെ അതിന്റെ നമ്മൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. ചെറിയ ചെറിയ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ട്രയാങ്കിൾ വരച്ചു, ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു, അടുത്ത നമ്മളൊരു പെന്റഗൺ വരച്ചു, ഇപ്പൊ 8 സൈഡുള്ള ഒക്ടഗൺ വരച്ചു. അപ്പോൾ ഇത് ആക്ച്വലി ഇത് 8 സൈഡ് ഇല്ല. ആക്ച്വലി നമ്പർ ഓഫ് സൈഡ്സ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് സർക്കിളായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇതിപ്പം ഓരോ സൈഡിനും ഇപ്പൊ ഇങ്ങനെ വരച്ചപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ് അത് വിടും. സോ പറഞ്ഞെന്ന് വെച്ചാൽ ആക്ച്വലി സർക്കിളിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. അതൊന്നും വിടും. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ട്രയാങ്കിളിലാണ്. ട്രയാങ്കിളില് എന്താണ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി? ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണുള്ളത്. 3 സൈഡഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ് ട്രയാങ്കിൾ. 3 സൈഡ്സ് മാത്രമല്ല, 3 ഇന്റീരിയർ ആംഗിൾസ് ഉണ്ട്, ഇന്റേണൽ ആംഗിൾസ് ഉണ്ട്. 3 ഇന്റേണൽ ആംഗിൾസ് ഉണ്ട്. ഓക്കെ, ആ 3 ഇന്റേണൽ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി ആയിരിക്കും. സോ ഒരു ട്രയാങ്കിളിന് എന്താണുള്ളത്? 3 സൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 ആംഗിൾസ് ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ വരയ്ക്കുകയാണെങ്കിൽ എ ബി സി, എ ബി എന്ന് പറയുന്ന സൈഡ്, ബി സി എന്ന് പറയുന്ന സൈഡ്, സി എ എന്ന് പറയുന്ന മൂന്നാമത്തെ സൈഡ്. എയും ബിയും സി എന്ന് പറയുന്ന 3 വെർട്ടിസസ് ആണ്. ആ 3 വെർട്ടിസസിൽ 3 ഇന്റേണൽ ആംഗിൾസ് വന്നിട്ടുണ്ട്. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. അപ്പൊ നമ്മൾ ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് വരയ്ക്കുകയാണെങ്കിൽ എത്ര ഹൈറ്റ് വരയ്ക്കാൻ പറ്റും? 3 ഹൈറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 ഓൾട്ടിറ്റ്യൂഡ്സും നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3 സൈഡ്സിന്റെ സമ്മായിരിക്കും. എ ബി പ്ലസ് ബി സി പ്ലസ് സി എ, അതാണ് ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇത് പറഞ്ഞതുകൊണ്ട് വേറൊരു കാര്യം പറയാം. ഇപ്പൊ എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എ, ബി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബി, സി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് സി. എയിൽ നിന്ന് ബി സിയിലോട്ട് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡാണ് h1. ലെറ്റ് ഇറ്റ് ബി h1. ആംഗിൾ ബിയിൽ നിന്ന് എ സിയിലോട്ട് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡാണ് h2. ആംഗിൾ സിയിൽ നിന്ന് ബി എയിലോട്ട് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡാണ് h3. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ ഏരിയ എങ്ങനെയൊക്കെ എഴുതാം? ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് എ അല്ലെ, ഈ സൈഡ് ഇൻറ്റു അതിലോട്ടുള്ള
ഓൾട്ടിറ്റ്യൂഡ് H1, അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം, ഹാഫ് ഇൻറ്റു സൈഡ് ബി ഇൻറ്റു അതിലോട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് H2, അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം, സൈഡ് സി ഹാഫ് ഇൻറ്റു സൈഡ് സി ഇൻറ്റു അതിലോട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് H3. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നോക്കി നോക്കൂ. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു H1 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു H2. സോ ഹാഫും വെട്ടിക്കളഞ്ഞാൽ എ ബൈ ബി എന്ന് പറയുന്നത് H2 ബൈ 1 എന്ന് വരും അല്ലെ. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബി ബൈ സി എന്ന് പറയുന്നത് H3 ബൈ H2 എന്ന് വരും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, H1 is to H2 is to H3 is equal to H1 ഓപ്പോസിറ്റ് ആണ് അല്ലെ, നേർക്കല്ല കിടക്കുന്ന എ. സോ 1 ബൈ എ ഈക്വൽ ടു 1 by A is to 1 by B is to 1 by C. One by B is to 1 by C. ഇതൊരു പ്രോപ്പർട്ടി ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നത് നല്ലതായിരിക്കും. ഹൈറ്റും ഓൾട്ടിറ്റ്യൂഡും സൈഡും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡും സൈഡും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും വലിയ സൈഡ്, ഏറ്റവും ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും ചെറിയ സൈഡ്. അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും വലിയ സൈഡ്, ഏറ്റവും ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും ചെറിയ സൈഡ്. ഇനി ട്രയാങ്കിൾ നമുക്ക് ഡീപ്പായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ നമ്മൾ പറയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, isosceles triangle, scalene triangle, scalene triangle. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആ ട്രയാങ്കിളിലെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ. 3 സൈഡും ഈക്വൽ ആയിരിക്കുന്ന ട്രയാങ്കിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇത് എ ആണെങ്കിൽ ഇത് എ തന്നെയാണ്, ഇത് എ തന്നെയാണ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഒരു സൈഡ് ഈക്വൽ ആയിരിക്കില്ല. അതുകൊണ്ട് ഇത് എ സൈഡ് ഈക്വൽ ആണ്, മൂന്നാമത്തെ സൈഡ് വേറെയാണ്. സ്കേലൻ ട്രയാങ്കിൾ എന്ന് വെച്ചാലോ 3 സൈഡും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്കേലൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വേറെ ഏത് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം? ഇക്വിലാറ്ററൽ, ഐസോസെലസ്, സ്കേലൻ ട്രയാങ്കിൾ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇത് എന്തിന്റെ ബേസിൽ? സൈഡ്സിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഈക്വലും ഒരു സൈഡ് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. സ്കേലൻ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. 3 സൈഡ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് സ്കേലൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു രീതിയിലെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ. സോ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ
right angle triangle, obtuse angle triangle. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് നിങ്ങളത് കറക്റ്റ് ആക്കി എഴുതിക്കൊണ്ടേ, ടൈപ്പ് ചെയ്യണമെന്നാണ്. ഓക്കെ, സോ അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. എന്താണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ? അക്യൂട്ട് ആംഗിൾ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു ആ ആ ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. സോ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും 90 ഡിഗ്രിക്ക് താഴെ ആണ് വാല്യൂ വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും 90 ഡിഗ്രിക്ക് താഴെയാണ് വാല്യൂ എങ്കിൽ, ആംഗിളിന്റെ വാല്യൂ 90 ഡിഗ്രിക്ക് താഴെയാണ്, 3 ആംഗിൾസിന്റെ വാല്യൂ 90 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിളെങ്കിലും 90 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ പേരാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇത് ABC നേടുകയാണ്, എല്ലാത്തിനും ഞാൻ പേര് BC. ഇതിന്റെ സൈഡ് A, ഈ സൈഡ് B, ഈ സൈഡ് C. ഇത് അതുപോലെ ഇട്ടാണ് ABC. ഈ സൈഡ് A, ഈ സൈഡ് B, ഈ സൈഡ് C. അപ്പൊ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളെങ്കിലും ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ ABC. സോ ബിക്ക് ഓപ്പോസിറ്റ് ചെയ്യാൻ B ഇട്ടു, എക്ക് ഓപ്പോസിറ്റ് ചെയ്യാൻ A ഇട്ടു. എല്ലാത്തിലും ഒരേ പാറ്റേണിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, C ഇട്ടു. സോ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് 90 ഡിഗ്രി വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ എന്താ പൈതഗോറസ് തിയറം നമ്മൾ പറയാറുണ്ട് അല്ലെ? എന്താണ്? A² പ്ലസ് C², അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ അല്ലെ? A² പ്ലസ് C² ഈസ് ഈക്വൽ ടു B². 90 ഡിഗ്രിക്ക് അവിടെ 90 ഡിഗ്രി അല്ലെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അവിടെ 90 ഡിഗ്രിക്കാണ് പ്രാധാന്യം. സോ അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ 90 ഡിഗ്രി വരുന്നില്ലല്ലോ, അതിനെക്കാട്ടും ചെറുതല്ലേ? സോ A² പ്ലസ് C² will be greater than B².